ഒരു ടീമായിട്ട് നിൽക്കാനുള്ള കഴിവാണ്. അതിന് നമ്മൾ ടുഗദർനെസ് എന്ന് പറയും. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ടുഗദർനെസ്, ഒരു ടീം ബിൽഡിങ്, ടീമാവുക. നമ്മൾ ഒരുമിച്ച് ഒരു ടീം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്. ഇതൊരു ടീമാണ്, ഗ്രൂപ്പല്ല ടീം. പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട് പോകുന്നൊരു ബസ്സും ടൂറ് പോകുന്ന ബസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ടൂറ് പോകുന്ന ബസ് ടീമാണ്, ലൈൻ ബസ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടമുണ്ടാവും. ഒരു വണ്ടി നിർത്തിയിട്ട് എന്ന് വിചാരിക്കുക, അതിൽ 20 പേര് കയറി എന്ന് വിചാരിക്കുക. ഓക്കെ, നിർത്തിയിട്ടിരിക്കുകയാണേ, സ്റ്റോപ്പിൽ നിന്ന് 20 പേര് കയറിയാൽ നിങ്ങൾക്കൊക്കെ അറിയാം ആ 20 പേര് ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും. ഓരോരോ സീറ്റിൽ വിൻഡോൻ്റെ അടുത്തായിരിക്കും ഇരിക്കുന്നോ, അല്ലേ? ഈ വാതിലിൻ്റെ അടുത്ത്. വിമാനത്തിൽ പോലും വിൻഡോ സീറ്റാണ്, അതിന് പുറത്ത് പോയിട്ട് ഒന്നും കാണാനില്ല. വിമാനത്തിൽ പുറത്തേക്ക് നോക്കിയേ അവിടെ കുറേ മേഘങ്ങൾ മാത്രമേ കാണുള്ളൂ. എന്നാലും വിൻഡോ സീറ്റ് വീക്ക്നെസ്സാണ് എല്ലാവരുടെയും, അല്ലേ? തോണിയോ എന്താ പറയുക, തോണിയില് സൈഡ്. ഓ, സൈക്കോ ടീമാണല്ലോ. ആരാ തോണിയില് സൈഡ് സീറ്റോ? അങ്ങനെ ഉണ്ടോ സിനിമയിലുള്ള? അതെ, തോണി സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞു. അവിടെ എല്ലായിടത്തും കാണുന്നതല്ലേ ഈ തോണി എന്ന് പറയാം. തോണിയല്ലേ, ബോട്ട് അല്ല, തോണി. അതിൽ സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടിക്കാനുള്ള സാധനമായി. താങ്ക് യു. അപ്പൊ ഫീസ് അത് മതി. താങ്ക് യു. ഉപയോഗിച്ച് ശീലമായി, അത് വരികയാണ്. അപ്പോൾ സൈഡ് സീറ്റ് അല്ലേ? പക്ഷെ പിന്നെ അടുത്ത 20 ആൾ 20 സീറ്റിലായിരിക്കും. എന്നിട്ട് ഓരോരുത്തർ സൈഡ് സീറ്റിലിരിക്കും. അടുത്ത ആൾ വരുന്ന ആൾ രണ്ടാമത്തെ സീറ്റിലിരിക്കും. ഈ 3 സീറ്റുള്ള KSRTC ബസ്സിൽ 2 സീറ്റ് ഇരിക്കുമ്പോൾ 2 പേര് ഇരിക്കുമ്പോൾ 2 പേരുടെയും പ്രാർത്ഥന നടുക്കിൽ വേറൊരുത്തം വരല്ലേ എന്നാണ്. നടുക്കിൽ വന്നാൽ ഇങ്ങനൊരു സാധനം ഉണ്ട്. പക്ഷേ നടുക്കിലൊരുത്തം വന്നാണ്ടല്ലോ അവന് അവൻ ഇങ്ങനെ കയറും. ഈ മറ്റൊരുത്തം പകുതി പുറത്തായി, ഇവൻ അവിടെ കിടന്ന് കുടുക്കി, അങ്ങനെ ഉണ്ടാവും. കാരണം ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളാണ് ബസ്സിൽ, ഈ ലൈൻ ബസ്സിൽ. കാരണം ഓരോരുത്തരും ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ഗ്രൂപ്പാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ടൂറിസ്റ്റ് ബസ്സിന് ഒരു ടീമാണ്. കാരണം അവർക്ക് എന്തൊക്കെയുണ്ട്, ഒരു ഡെസ്റ്റിനേഷൻ, അവിടെ എത്തണം, മൂന്നാറിലെത്തണം. അപ്പോൾ നമുക്ക് അവിടെ എത്തണം എന്നുള്ളൊരു ചിന്തയുണ്ട്. പിന്നെ നമ്മളൊരു പുറപ്പെടലുണ്ട്, ഒരു ഓർഗനൈസിങ് ഉണ്ട്, അതിനുവേണ്ടി എല്ലാവരും തയ്യാറായിട്ട് വരലുണ്ട്. ടൂറാണ്, എല്ലാവർക്കും ചിലപ്പോൾ ആ ഡെസ്റ്റിനേഷൻ ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിൽ പകുതി ആൾക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്തായിരിക്കും ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടാവുക. എവിടെ ഹോട്ടലിൽ ടൂറ് ചായ കുടിക്കാൻ നിർത്തിയാലും അതിൽ 10 ആൾ മുടക്കും. ഇവിടെ നിർത്തിയത് അയ്യോ അത് ഉടക്കും എന്നുള്ളത് ഉറപ്പായിട്ട് ഉറക്കും. ചിലവർക്ക് ബാത്റൂം പറ്റാത്തുണ്ടാവും, വൃത്തി പറ്റാത്തുണ്ടാവും. എന്തിനവിടെ നിർത്തിയത്? ഈ ടൂറ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഹോട്ടലിലേക്ക് കയറി ഏത് ഹോട്ടലിൽ കയറിയാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേണ്ട കുറച്ചപ്പുറത്തുണ്ട്. അവസാനം നമ്മൾ പറയും ഇനി 30 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ പെരിന്തൽമണ്ണ എത്തി, നമുക്കിനി വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഹോട്ടല്. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ഇപ്പം അടുത്ത കാലത്ത് കണ്ടു. ഹോട്ടലിങ്ങനെ അടുത്ത് പോവാന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ ടീമിൽ കോംപ്രമൈസ് ഉണ്ടാവും. ഒരു ടീമാകുമ്പോൾ ഒരു ലീഡർ ഉണ്ടാവും. അപ്പം എന്താ ചെയ്യുക, ബസ്സിൽ എന്താ ചെയ്യാന്ന് പറയുക? പൊതുവെ മിക്കവാറും ആ പരിപാടി ഇവിടെ കൺഫ്യൂഷനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സുകാർ എവിടെ നോക്കും? ബസ്സുകാരൻ ഒറ്റ കാര്യം നോക്കുള്ളൂ, പാർക്കിംഗ് ഉണ്ടോ എന്ന് മാത്രമേ അവൻ നോക്കുകയുള്ളൂ. അപ്പോൾ അവൻ പറയാം നമുക്ക് 10 കിലോമീറ്റർ കഴിഞ്ഞാൽ നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ എന്തുണ്ട്, പാർക്കിംഗ് ഉണ്ട്. അതാണ് അവൻ്റെ കാര്യം. മറ്റൊരിടത്ത് പാർക്കിംഗ് ഉണ്ടാവില്ല. അപ്പോൾ അവനായിരിക്കും തീരുമാനം എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ഫ്രണ്ടിലുള്ള ഒരു 3-4 പേര് തീരുമാനം എടുത്തിട്ട് നമ്മൾ നടത്തുകയാണ് ചെയ്യുക. ടൂറ് വിജയിക്കുന്നത് അങ്ങനെയാണ്. എല്ലാവരും അഭിപ്രായം, ടൂറിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു അഭിപ്രായം ഗ്രൂപ്പിൽ ഇട്ട് നോക്കിയാൽ ആ ടൂറ് നടക്കൂല. ചർച്ച ചെയ്ത ടൂറ് ഇന്ന് വരെ നടന്നിട്ടില്ല. അല്ലേ? ടൂറ് പോകണമെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോവുക, അതേ നടക്കുള്ളൂ. എനിക്ക് പണ്ട് സത്യസന്ധമായ കഥയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ഒരുത്തൻ ബുള്ളറ്റ് എടുത്തിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് അബി വാടാ കയറ്. ഞാൻ ട്രൗസറും ടീഷർട്ടും ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നു. പല്ല് തേച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ.
അത് കുറച്ച് കൂട്ടി പറഞ്ഞതാ. പിന്നെ അവൻ പറഞ്ഞു കയറി കയറി കയറി. അപ്പം ഞാൻ കയറിയിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ സോണി എറിക്സൻ്റെ മൊബൈലൊക്കെ ഉണ്ട്, കുറേ മുമ്പ്. സോണി എറിക്സൺ ഒരു തുറക്കണ ഒരു സാധനമൊക്കെ. അന്ന് ഇൻകമിങ്ങിന് പൈസ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവൻ ബുള്ളറ്റിൽ പോകും. ഞാൻ എവിടേക്കാടാ? അപ്പോൾ അങ്ങനെ ഗിഡ് 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 പോകുന്നു. ഞാൻ പറയാം എങ്ങോട്ടാടാ പോകുന്നു? പറയാ ഗിഡ് 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 ഗിഡ്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങോട്ടാടാ? അവൻ പറഞ്ഞു ഹൈദരാബാദ്. ഹൈദരാബാദോ? അത് പോയി. പിന്നെ അതായിരുന്നു ബെസ്റ്റ് ടൂറ്. പ്ലാൻ ചെയ്യാതെ പോകും. പ്ലാൻ ചെയ്താൽ മുടങ്ങും ഉറപ്പാണ്. പ്ലാൻ ചെയ്യരുത്. അപ്പം കാരണം പിന്നെ നമ്മൾ ആ സിറ്റുവേഷനനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് വരികയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ ടൂറ് പോലെ തന്നെയാണ് കമ്പനിയും. ലീഡർ ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കും, നമ്മൾ ബാക്കിയൊക്കെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് അഡാപ്റ്റബിളായിട്ട് ഫ്ലെക്സിബിളായിട്ട് വരും എന്നുള്ളത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് ഒരു ടീമാവാൻ പോവാണ്. അപ്പോൾ ടീമിൽ ഫ്ലെക്സിബിലിറ്റി വേണ്ടി വരും, അഡാപ്റ്റബിലിറ്റി വേണ്ടി വരും. ടീമിനെ സ്ട്രോങ് ആക്കണം, ടീം നിലനിർത്തണം. ടീം എന്നുള്ളത് ടീമായിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്.